അതാ വീട്. മോളെ, അന്റെ ബാപ്പ വരുന്നുണ്ട്. കരയാതെ മോളെ, കരയാതെ. കരയരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാലി ഞാനും വിശന്ന് പോരുമ്പോ ഇങ്ങനെ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ തല ചായ്ക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചോനെ എന്നുള്ള സന്തോഷമാണ് ഞമ്മക്ക്. കുടിക്കാൻ എന്ത് ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനെയും ഉമ്മയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായ്പിൽ താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെ, അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. കൊണ്ടോന്നൂടേനോ? ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇനി വൈകിക്കണില്ല, ഞാൻ ഇറങ്ങാ. ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തിക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാം. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ. മോളെ, നീ എന്ത് സങ്കടം ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് പഠിച്ചവനോട് പറഞ്ഞാലേ ഉള്ളൊന്ന് തണുക്കും. തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ 4 പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോ, ആളുകളെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കൈയോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇറക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം. മുഖം മൂടിയോ? ഡോ, അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നെന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഊര് തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ. തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറും ഒരു ഫൂളായി പോയില്ലടോ. ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയെന്ന് പറയും. വഴിയുണ്ട്. കുഞ്ഞാലിയോട് മാത്രം മീൻ ബാങ്കുള്ളൂ ചോദിച്ചോ മറ്റേ മീൻകാരൻ? അല്ല, ആ കഷണ്ടിക്കാരൻ. ഓ, സുലൈമാൻ. ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല. ഒരു ഐസേഷൻ തരുമോ? അയ്യേ, മീനുമേ കിടക്കണ ഐസൊന്നും തിന്നാൻ കൊള്ളില്ല മോളെ. ഐസിനെ കിടക്കുന്ന മീനോ? കൊള്ളാലോ. എന്താ കറങ്ങി കിടക്കണേ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ലാന്ന്. സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുന്നു. എല്ലാ കുടിയിലും കയറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന്. ഞമ്മള് പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല.
ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിന് അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്? ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചർ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിൽ വേറൊന്നും തോന്നരുത്. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാൽ സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയെന്നെ. ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ചാ സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാതെ എന്നാൽ ഇവിടെ ഒളിക്കാൻ കാട് വേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാവ് ഇത്ര നീളണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന നായ്ക്കളെ നിലക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുട്ടികൾക്ക് ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ ഇക്കാര്യത്തിൽ തൊള്ളിമുട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ. അടങ്ങാഞ്ഞിട്ടല്ല, മുൻകാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ? ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാധീനക്കാരാ. ഫസ്റ്റ് ആൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒരൊറ്റ ചിന്തല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിവെച്ച് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോകാൻ പറയാൻ എളുപ്പാ. 75,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യ നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണു ചോരില്ലാത്ത വർത്താനം പറയണത്. മോളെ, ഒന്നൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയായിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം. ഇനി എന്ത് ചെയ്യണ്ടെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ റിവിലേസുകൾ പറക്കും മനുഷ്യന്മാർക്ക് സ്വൈരം കെടുത്താൻ. സാരല്ലമ്മ, എനിക്ക് പോയേ പറ്റൂ. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്ത് പറയാൻ എനിക്കാവില്ലമ്മ. എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയ ഓന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാലിയോട് യാത്ര പറയാൻ എനിക്ക് വയ്യ. മോളെ, ആചാര്യ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഇങ്ങനെ ഒളിച്ചോടി പോവാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ആചാര്യ പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? ആട്ടെ, ടീച്ചർ രാജിവെച്ച് പോയി നോക്കിയ, എന്നാൽ ഈ പ്രശ്നം തീരൂ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കണ്ണിയാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്. എന്താ സർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, താണു. ഇനി വയ്യ. ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഗായത്രി ഈ ജോലി തുടരണമെന്നാ. ഇതിലൊക്കെ ഇത്ര തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? എന്നെ സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല. ആണ് മേനോൻ കയറി കളിക്കേണ്ടത്. അത് മനസ്സിലായി. ആയല്ലോ. ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ? പല അടവും പയറ്റി നോക്കിയതല്ലേ? എന്നിട്ട് എന്തേ ആചാര്യ സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന്?
അത് പക്ഷേ അന്ന് ചേലക്കാടൻ എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ? അത് അന്നത്തെ രാഷ്ട്രീയം. എന്നെ രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതിരിക്കട്ടെ, വെണ്ണെന്ത് തീരുമാനിച്ചു? എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഒരു പിടി പിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും. ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ. ആണല്ലോ. എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല. അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ. ഇതാണ് ആണുങ്ങളുടെ ഭാഷ. തറവാടി എന്നും തറവാടി തന്നെ. അപ്പൊ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം. കളിക്കാം. പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം. എന്തത്ര സംശയം? പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ? സ്കൂളിൽ എന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ല പ്രശ്നം. പടച്ചോൻ സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ ഓണർ, നമ്മൾ തന്നെ പെയ്യോളും. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില? എന്തേ വാരത് പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കിത്തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാൻ അല്ലടോ, ഇത് പിയൂണിന്റെയാ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാര് ഇവിടുത്തെ സ്കൂൾ മേനോ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ലോകപ്പ് അവസാനിക്കും, ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമാരെ. നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമറഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും മതവും ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്. അറബിയോ? അറബി പഠിപ്പിക്കണം നമ്പൂരിച്ച് വന്നിരിക്കണോ? ഓഹോ. എങ്ങോട്ടാ? തൊഴാൻ. അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? 4ാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണേ. മേത്തന്മാരുടെ വീട്ടിൽ താമസവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്രം അശുദ്ധാവില്ലെന്ന് ആരും ഉള്ളൂ. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടുകൊണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ.
അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല.